ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫ്രീ എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ്. ഡോപ്പ് എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിതിൽ ടാസ്കും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അവർ ഓൾറെഡി ടെസ്റ്റ്നെറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എയർ ഡ്രോപ്പ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രൊജക്റ്റിനെ ബൈനാൻസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ പല എയർ ഡ്രോപ്പുകളും നമ്മൾ മെയിൻനെറ്റിലാണ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ക്യാഷ് മുടക്കി ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു അടിപൊളി എയർ ഡ്രോപ്പാണ് നമ്മുടെ ഈ ഒരു ഡോപ്പ് എന്ന് പറയുന്നത്. സോ മാക്സിമം ആളുകൾ ഇത് ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇവരുടെ എയർ ഡ്രോപ്പ് Q1 2024 എപ്പോൾ വേണമെങ്കിലും അവർ അനൗൺസ് ചെയ്യാം. സോ പറ്റുന്നതും എത്രയും പെട്ടെന്ന് ഇതിൽ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എല്ലാം ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലെ ടെസ്റ്റ്നെറ്റിലെ ടാസ്കുകൾ എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ടെസ്റ്റ്നെറ്റ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ആദ്യം തന്നെ നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഐ ആം ന്യൂ ഹിയർ എന്നുള്ളത് കൊടുത്തിട്ട് ക്രിയേറ്റ് എ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മൾ അവിടെ നമ്മുടെ വാലറ്റിന് അനുയോജ്യമായിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. സോ നിങ്ങൾ 2 പ്രാവശ്യം പാസ്വേഡ് അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാരണ ഒരു വാലറ്റ് എങ്ങനെയാണോ കോൺഫിഗർ ചെയ്യുന്നത് അതുപോലെ തന്നെ സീഡ് ഫേസുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. മാക്സിമം നിങ്ങളത് എഴുതി വെച്ചതിന് ശേഷം മാത്രം മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സീഡ് ഫേസിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കീയും കാര്യങ്ങളൊക്കെ കിട്ടും. അത് നിങ്ങളെടുത്ത് സേവ് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും. അതിനുശേഷം നമുക്ക് നമ്മുടെ വാലറ്റ് നേരത്തെ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ വാലറ്റ് അൺലോക്ക് ആക്കി കഴിയുമ്പോൾ വെൽക്കം ടു ദ ഡോപ്സ് ടെസ്റ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. അതിനുശേഷം നമ്മൾ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് അവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ മെറ്റാമാസ്ക് വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളവിടെ സെഫോളിയ ഇതേറിയം നെറ്റ്വർക്ക് ടെസ്റ്റ് നെറ്റ്വർക്ക് അവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് കുറച്ച് സെഫോളിയ ഈത്തൊക്കെ ആവശ്യമായിട്ട് വരും ഇതിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്വിറ്റർ കണക്ട് ചെയ്യലാണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇവിടെ വരുന്നതായിരിക്കും. ട്വിറ്റർ കണക്ട് ചെയ്യാൻ നേരത്ത് കണക്ട് ആവുന്നുണ്ടാവില്ല. വാലറ്റ് ഓൾറെഡി യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നെറ്റ് കണക്ഷൻ മാറ്റിയിട്ട് മറ്റൊരു നെറ്റ് കണക്ഷൻ ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. മറ്റേതെങ്കിലും ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു വാലറ്റ് ഓൾറെഡി യൂസ്ഡ് എന്നുള്ള ആ ഒരു ഇഷ്യൂ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ മാത്രം വേറെ ഒരു നെറ്റ് കണക്ഷനിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് ആ ഒരു ഇഷ്യൂ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ചെയ്യാൻ വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു. സോ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നുകൊണ്ടാണ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ഇപ്പം നിങ്ങൾക്ക് ഇതിവിടെ കാണാനായിട്ട് വരുന്നുണ്ടാവും. നമ്മുടെ ട്വിറ്ററൊക്കെ ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അവരെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുക. അങ്ങനെ കുറച്ച് ടാസ്കുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാൻ PC വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഫോണിൽ കിവി ബ്രൗസർ ഉപയോഗിച്ച് ഈ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ വാലറ്റ് കണക്റ്റ് ആവാത്ത ഇഷ്യൂ ഒക്കെ കിവി ബ്രൗസറിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ ടാസ്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ട്വിറ്റർ കണക്ട് ചെയ്തു, അതുപോലെ തന്നെ ഡോപ്പിനെ നമ്മൾ ഫോളോ ചെയ്തു. ഇനി രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സെഫോളിയ ഇത്ത് നമ്മുടെ വാലറ്റിലേക്ക് ക്ലെയിം ചെയ്യണം. ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെസ്റ്റ്നെറ്റ് സെഫോളിയ ഇത്തേറിയം നമുക്ക് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ആ ക്ലെയിം ടെസ്റ്റ്നെറ്റ് സെഫോളിയ ഇത്ത് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെറ്റാമാസ്കിലേക്ക് തന്നെ ആ ഒരു ടെസ്റ്റ്നെറ്റ് ഇത്തേറിയം വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് ക്ലെയിം ചെയ്തിട്ടുള്ളൂ, നമ്മുടെ വാലറ്റിലേക്ക് എത്തിയിട്ടില്ല. കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ സെഫോളി എത്തിക്കോളും. ഇവിടെ 0 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കത് കഴിഞ്ഞ് ബാക്കിയുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടെസ്റ്റ്നെറ്റ് ഡോപ്പ് ക്ലെയിം ചെയ്യാനായിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. മെറ്റാമാസ്കിൽ വരുന്ന ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ടെസ്റ്റ്നെറ്റ് ആണ്. വാല്യൂ ഇല്ലാത്ത ടോക്കൺസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ടെസ്റ്റ്നെറ്റിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ടോക്കൺസ് നമ്മൾ ആദ്യം തന്നെ ക്ലെയിം ചെയ്ത് വെക്കേണ്ടതാണ്. അത് നമ്മൾ ആ മെറ്റാമാസ്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ ആ ഒരു ടെസ്റ്റ്നെറ്റ് ടോക്കൺസും നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 4 ആണ്. അത് ക്ലെയിം ടെസ്റ്റ്നെറ്റ് അസറ്റുകൾ തന്നെയാണ്. അതും നമ്മൾ എന്ത് ചെയ്യുക, ക്ലെയിം ക്ലിക്ക് ചെയ്യുക, മെറ്റാമാസ്കിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക.
നമുക്ക് വേണ്ട ഈ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ഒക്കെ ഏകദേശം ഒരു 5 മിനിറ്റും കൊണ്ട് നമ്മുടെ വാലറ്റിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മൾ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയും 2-3 ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വെറും 10-20 മിനിറ്റും കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതാരും മിസ്സാക്കരുത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ബൈനാൻസ് ബാക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു എയർ ഡ്രോപ്പ് എമൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ആദ്യത്തെ 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 5-ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇവിടെ നോക്കിയാൽ കാണാം, നമ്മളിതുവരെ 4 സ്റ്റെപ്പുകളും സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 5-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻക്രിപ്റ്റ് അസറ്റ്സ് എന്നാണ്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആ എൻക്രിപ്റ്റ് അസറ്റ്സ് എന്നുള്ള അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് അസറ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ഏകദേശം ഒരു 10,000 ടെസ്റ്റ് USDT കിടക്കുന്ന കാണാനായിട്ട് പറ്റും. അതിൽ കുറച്ച് USDT നിങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യുക. ഞാനിവിടെ ഏകദേശം ഒരു 5,000 USDT അടിച്ചു കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മെറ്റാമാസ്കിൽ 2 ട്രാൻസാക്ഷൻസ് വരുന്നതായിരിക്കും. ആ 2 ട്രാൻസാക്ഷൻസും നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ എത്രത്തോളം USDT ആണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളവിടെ ഞാൻ നേരത്തെ 5,000 ആണല്ലോ അടിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ 5,000 എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ട്രാൻസാക്ഷൻസ് നമ്മളവിടെ ജസ്റ്റ് കംപ്ലീറ്റ് ആക്കി കൊടുക്കുകയാണ്. ആ ഒരു 2 ട്രാൻസാക്ഷൻസ് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എൻക്രിപ്റ്റ് അസറ്റ് എന്നുള്ള ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഇവിടെ സക്സസ്ഫുള്ളി എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരും. അതിനുശേഷം നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കടക്കാം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി നമ്മൾ 62% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെൻഡ് അസറ്റാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു അസറ്റ് ഇതിൽ ഒരു അക്കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടാവും, ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ടാവും, അതിലേക്ക് സെൻഡ് ചെയ്യുക. ഇവിടെ നമുക്ക് USDT തന്നെ സെലക്ട് ചെയ്യാം. ഏകദേശം ഒരു 1000 USDT നമുക്ക് ഇതിൽ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ മേലെ ആ ഡോപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ അയക്കാനായിട്ട് പോകുന്നത്. ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻഡ് ക്ലിക്ക് ചെയ്യുക. 2 പ്രാവശ്യം മെറ്റാമാസ്കിലെ ട്രാൻസാക്ഷൻസ് സൈൻ ചെയ്ത് കൊടുക്കുക. ആ 2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ടാസ്കും കൂടെ അവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ആ ഒരു ടാസ്കും കൂടെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാസ്ക് ആണ്, അഥവാ 7-ാമത്തെ ടാസ്ക്. അത് ഡീക്രിപ്റ്റ് അസറ്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, USDT സെലക്ട് ചെയ്യുക, വീണ്ടും ഒരു 1000 USDT കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ട്രാൻസാക്ഷൻസ് എന്താണോ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ വാലറ്റ് പാസ്വേഡും കാര്യങ്ങളൊക്കെ നേരത്തെ കൊടുത്തത് അടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ. ഇതും നേരത്തെ പോലെ നമ്മൾ എത്ര USDT ആണോ സെൻഡ് ചെയ്യുന്നത് അത്ര അവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം 2 പ്രാവശ്യം ട്രാൻസാക്ഷൻസ് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ആ ഒരു ടാസ്കും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫൈനൽ ടാസ്ക്കാണ്. അതായത് നമ്മുടെ ഈ ഒരു റെഫർ ലിങ്ക് കിട്ടും. അതുപയോഗിച്ച് 3 പേരെ നമ്മൾ റെഫർ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഒരു ടെസ്റ്റ്നെറ്റിന് എലിജിബിൾ ആവുള്ളൂ. ഇപ്പോൾ പല ആൾക്കാരും മുഖം ചുളിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 Gmail ID, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 വാലറ്റുകളിൽ ഇതേപോലെ തന്നെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റെഫർ ലിങ്ക് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടാസ്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവോയ്ഡ് ചെയ്യാനാണ് സാധ്യത. ഈ ഒരു ടാസ്ക് ഉള്ളത് കൊണ്ട് തന്നെ പല ആളുകളും ഈ ഒരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് സ്കിപ്പ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് എമൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ചെയ്തു വെക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ബൈനാൻസ് ബാക്ക് ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊജക്റ്റാണ്. Q1 2024 അവരുടെ ടോക്കൺ റിലീസ് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. സോ എന്തായാലും ചെയ്തു വെക്കുക. ചെയ്യുന്ന ആളുകളൊക്കെ എന്തായാലും ആ ഒരു 8 ടാസ്കും കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പം വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.